നീറ്റിന്റെ പുതിയ പട്ടിക പുറത്തിറക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ശ്രീനന്ദ് ശർമിൽ അടക്കം 17 പേർക്ക് ഒന്നാം റാങ്കാണ്. ഇതിൽ ശ്രീനന്ദിന്റെ പ്രതികരണം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിയാണ്. ശ്രീനന്ദിന്റെ വാക്കുകൾ കേൾക്കാം. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ഈ വർഷത്തെ നീറ്റ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. കോടതി കയറിയതിനു ശേഷമാണ് ഈ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 67 പേർക്കായിരുന്നു ആദ്യഘട്ടത്തിൽ ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 17 പേർക്കായി ചുരുങ്ങിയിരിക്കുന്നു. അതിൽ ഏക മലയാളി ശ്രീനന്ദ് കണ്ണൂർ സ്വദേശിയാണ്. നമ്മോടൊപ്പം ചേരുകയാണ്. പ്രതീക്ഷിച്ചിരുന്നു നേരത്തെയും ഉണ്ടായിരുന്നു ഒന്നാം റാങ്കിൽ? പ്രതീക്ഷിച്ചിരുന്നു. ഇത് നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ ഈ സമയം വൈകി കുറേ വിവാദങ്ങളുണ്ടായി. അതൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു പരീക്ഷ എഴുതിയതിനു ശേഷം എങ്ങനെയായിരുന്നു മാനസികാവസ്ഥ? പരീക്ഷ എഴുതിയതിന് ശേഷം റിസൾട്ട് വന്നിട്ട് വളരെയധികം സന്തോഷമായിരുന്നു. അപ്പോൾ തന്നെ 720 കിട്ടിയതിൻ്റെ സന്തോഷം അപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന് ഉള്ള കോൺട്രവേഴ്സിയൊക്കെ തുടങ്ങി. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിധി വന്നപ്പോൾ എല്ലാം മാറി കിട്ടിയിരിക്കുന്നു. ഈ 67 കുട്ടികളിൽ ഒരു ചോദ്യത്തിന് 2 ഉത്തരം വന്നു. അങ്ങനെ അത് ഒരു 5 മാർക്കാണ് കട്ട് ചെയ്തത്. ആ ഒരു സമയത്തൊന്നും ആശങ്ക ഉണ്ടായിരുന്നില്ല? ഇല്ല, ആശങ്കയുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു എൻ്റെ ആൻസർ കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ടെൻഷനൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ ഇതിങ്ങനെ നീണ്ടിങ്ങനെ പോയത് കൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ സമയത്ത് പുനർപരീക്ഷ ഉണ്ടാകും, അല്ലെങ്കിൽ പുനർപരീക്ഷ നടക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഇത് ചർച്ചകൾ മുന്നോട്ട് പോയിരുന്നത്. പരീക്ഷ വീണ്ടും നടത്തുമെന്നുള്ള രീതിയിൽ ഒരു തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിരുന്നു. അതോ എന്തായിരുന്നു നിങ്ങളുടെ ഒരു കരുതൽ? ഞാൻ ഉറച്ചു വിശ്വസിക്കുമായിരുന്നു സുപ്രീം കോടതി കറക്റ്റായിട്ടുള്ള ഡിസിഷൻ തന്നെ എടുക്കുമെന്ന്. പക്ഷേ ബുക്സ് എല്ലാം ഞാൻ കുറച്ചൊന്ന് പുറത്തെടുത്ത് വെച്ചായിരുന്നു. പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു ഇത് റീനീറ്റ് ഒന്നും നടക്കത്തില്ല എന്ന് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കുഴപ്പമില്ലാത്തൊരു ഇതിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു റെഡി ആയിട്ടുള്ളൊരു സ്റ്റേജിൽ തന്നെ ആയിരിക്കുമായിരുന്നു. ഈ വലിയ തോതിലല്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും ഇതിലൊരു മാൽ പ്രാക്ടീസ് നടന്നു എന്ന് കോടതി തന്നെ വ്യക്തമാക്കുകയുണ്ടായി. അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അതിനൊക്കെ തന്നെ ഈ തെറ്റ് നടത്തിയ ആൾക്കാർ എന്തായാലും ശിക്ഷിക്കണം എന്നാണ് എൻ്റെ ഒരു നടപടി. അതുകൊണ്ട് തന്നെ ഈ കോടതി ചെയ്ത ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാതും കറക്റ്റായ രീതിയിൽ തന്നെയാണ് പോയതാണ് എൻ്റെ വിശ്വാസം. അടുത്ത ഘട്ടത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി കോളേജസിന് വേണ്ടി അപ്ലൈ, എയിംസ് ഡൽഹിയാണ് എൻ്റെ ഡ്രീം. അതിനുവേണ്ടി തന്നെ അപ്ലൈ ചെയ്ത് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ശ്രീനന്ദ് പറയുന്നത്. ആശങ്കകളുണ്ടായിരുന്നു, പക്ഷേ അന്തിമ ലിസ്റ്റിൽ ഒന്നാം റാങ്കിൽ തന്നെ നിലനിർത്താൻ കഴിഞ്ഞു എന്നതിന്റെ സന്തോഷമാണ് ശ്രീനന്ദ് പങ്കുവെക്കുന്നത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.